അപ്പോൾ നമുക്ക് ഫാമിലി ഡോക്ടർ ഇല്ലാത്തവരെന്ത് ചെയ്യും ഇവിടെ വരുന്നവർ? ഫാമിലി ഡോക്ടർ ഇല്ലാത്തവർ ഇവിടെ വാക്കിൻ ക്ലിനിക്കുകളുണ്ട്. ഈ ഫാമിലി ഡോക്ടർ ഉള്ള ക്ലിനിക്കിലും വാക്കിൻ ഡോക്ടേഴ്സ് കാണും. ഒരു ക്ലിനിക്ക് എന്ന് പറയുന്നത് ചിലപ്പം 3-4 ഡോക്ടേഴ്സ് ഉണ്ടാവും. അതിൽ ചില ആൾക്കാർ വാക്കിൻ പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടേഴ്സ് കാണും. ഫാമിലി ഡോക്ടർ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ആ ഡോക്ടർ നമ്മളെ അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. അതില്ലാതെ നമുക്ക് ഈ പറയുന്ന പോലെ വാക്കിൻ ക്ലിനിക്കുകൾ അല്ലെങ്കിൽ വാക്കിൻ ഡോക്ടേഴ്സ് ഉണ്ട്, അവരെ പോയി കാണാം. പക്ഷേ ഇത് കമ്പൽസറി അല്ലേ ഫാമിലി ഡോക്ടർ വേണം എന്നുള്ളത്? കമ്പൽസറി അല്ല, നമുക്കൊന്നിനും കമ്പൽസറി അല്ല. കാരണം ഫാമിലി ഡോക്ടേഴ്സിന് കിട്ടാത്ത അവസരങ്ങളുണ്ടാകും. ഒരു ഡോക്ടേഴ്സിന് മാക്സിമം ഇത്ര നമ്പർ ഓഫ് പേഷ്യൻസിനെ ഒരു ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർ വാക്കിനായിട്ട് ചിലപ്പോൾ തുടക്കക്കാർ ഡോക്ടേഴ്സ് വാക്കിൻ ആയിട്ട് ആയിരിക്കും ചിലപ്പോൾ ക്ലിനിക്ക് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഇൻഷുറൻസ് കവറേജ് നമുക്ക് ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ വേറെ എന്തൊക്കെ കവർ ചെയ്യും? നമുക്ക് എന്തൊക്കെ ഹെൽത്ത് വൈസ് എടുക്കാൻ പറ്റും? നമുക്കിവിടെ പ്രൈവറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്, പ്രൈവറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഹെൽത്ത് കാർഡിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ ഒഹിപ്പിൻ്റെ സിസ്റ്റം ഉണ്ട്. നമുക്ക് ഇവിടുത്തെ പെർമനൻറ്റ് റെസിഡൻസ്, വർക്ക് പെർമിറ്റ് ഉള്ളവർ, സിറ്റിസൺസ് ഇങ്ങനെയുള്ളവർ ഈ ഒഹിപ്പിന് ക്വാളിഫൈഡ് ആണ്. വിസിറ്റേഴ്സ് അതിന് ക്വാളിഫൈഡ് അല്ല. വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ സൂപ്പർ വിസയിൽ വരുന്നവർക്ക് ഇതെടുക്കാൻ പറ്റില്ല. ഇവിടുത്തെ മിനിമം ഹെൽത്ത് കെയർ കവറേജ് ഉണ്ടല്ലോ ഒഹിപ്പ് എന്ന് പറയുന്നത്, അത് കിട്ടില്ല. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ. വിസിറ്റേഴ്സിന് വേറെ ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ട്, ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് എടുക്കേണ്ട ഇൻഷുറൻസ്. അത് നല്ല എക്സ്പെൻസീവ് ആണ്. അത് ഡിപ്പെൻസ് ഏജ്, നമ്മുടെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതുകൊണ്ട് ആ ഡ്യൂറേഷനും ഡിപ്പെൻഡ് ചെയ്യും. കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് ഏജിനനുസരിച്ച് കൂടും. $1,500 കിട്ടുന്ന $1,500 തൊട്ട് മേളിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ, ഇപ്പോൾ 6 മാസത്തെ സ്റ്റേ ആണെങ്കിൽ ഒരു സിംഗിൾ ആപ്ലിക്കൻ്റ് ആണെങ്കിൽ ഒരു 2,000 കിട്ടും. അത് പല ഇൻഷുറൻസ് കമ്പനിയുടെ റേറ്റ് വ്യത്യാസം ഉണ്ടാകും, അവരുടെ കവറേജ് മോഡ് പലതും വ്യത്യാസം ഉണ്ടാകും. ഇവിടെ ഉള്ളവർക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂഷ്വലി നമ്മൾ ജോലിയുള്ള ആൾക്കാരാകുമ്പോൾ എംപ്ലോയർ നമുക്കൊരു ഇൻഷുറൻസ് തരും. ചില എംപ്ലോയേഴ്സ് ആ തരുന്നതിന് ചാർജ് ചെയ്യും. അതിനൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് അവർ ഇൻഷുറൻസ് കമ്പനിയായിട്ടുള്ള ഒരു ഡീൽ അനുസരിച്ച് നമ്മളിപ്പോൾ 100 എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ 100 പേർക്കും കവറേജ് ഉണ്ടാവും. അതിനകത്ത് തന്നെ പല വേരിയൻസ് ഉണ്ടാവും. ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾക്ക് ഇൻഷുറൻസ് തരുന്നത് ഇതിനകത്ത് തന്നെ 3 ഓപ്ഷൻസ് ഉണ്ട്. ബേസിക്കലി വലിയ കവറേജ് ഒന്നും കാര്യമായിട്ടില്ല, മിനിമം കവറേജ് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ബേസിക്കിന്റെ അപ്പുറം നമ്മുടെ ആവശ്യം പോലെ നമ്മളത് ടൈലർ ചെയ്യാം, ചൂസ് ചെയ്യാം, പല ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. ഇവിടെ ഈ ഇൻഷുറൻസ് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, 1 കണ്ണാടി വിഷൻ, 2 ഡെന്റൽ. ഇവിടെ ഡെന്റൽ ക്ലിനിക്ക് ഭയങ്കര എക്സ്പെൻസീവാണ്, വിഷൻ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെയുള്ള കാര്യങ്ങൾ മസാജ്, ഫിസിയോതെറാപ്പി അതൊക്കെ കവർ ചെയ്യും. മസാജ്, ഫിസിയോതെറാപ്പി, അതൊക്കെ കവേർഡ് പോലും എല്ലാം തോന്നുന്നു നാട്ടിലെ. ഇവിടെയാണെങ്കിൽ മുടങ്ങാതെ ഇതെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ, അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിനെല്ലാത്തിനും നമ്മുടെ മിനിമം ഞാൻ വേണ്ടത്, ഇപ്പോൾ ഫാമിലി ഡോക്ടർ ഉണ്ടെങ്കിൽ ഫാമിലി ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ റെഫറൽ തരണം. വിഷൻ മാത്രം നമുക്ക് പോയി ചെക്ക് ചെയ്യാം, അതിൻ്റെ കവറേജ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. കാരണം ഫാമിലി ഡോക്ടറിന്റെ റെഫറൽ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ മസാജിനും ഫിസിയോതെറാപ്പിക്കും ചില ഇൻഷുറൻസ് കമ്പനിക്ക് നിർബന്ധമാണ്. അതെ, ചിലർക്ക് വേണ്ടാന്ന് തോന്നുന്നു. അതെ. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഇത് അതിനൊരു എമൗണ്ട് ഉണ്ടല്ലോ, എത്ര എണ്ണം ചെയ്യാം, ഡിപ്പെൻസ്. ഈ പോളിസി കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കവർ ചെയ്യും. അത് നമുക്ക് മെമ്പേഴ്സ് ഉണ്ടോ അത്രയും പേര്. അതെ. ഇപ്പം നമുക്ക് ഇപ്പോൾ ഡെന്റൽ കവറേജ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ പോളിസിയിൽ $1,500 ഒരാൾക്ക്, അതായത് $6,000 കവറേജ് കിട്ടും.
സാധാരണ ഇപ്പോൾ ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുകയാണെങ്കിൽ ഹസ്ബൻഡിന്റെ പോളിസിയും വൈഫിന്റെ പോളിസിയും ഉപയോഗിക്കാം. അതായത് ഒരാളുടെ ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി നമ്മുടെ രണ്ടാമത്തെ രണ്ടിടത്തേക്ക് നമുക്ക് ക്ലെയിം ചെയ്യാം. അതൊക്കെ നല്ലൊരു കാര്യമാണ്. പ്രൈമറി ഇൻഷുറൻസ്, സെക്കൻഡറി ഇൻഷുറൻസ് എന്ന് പറയും. ഇപ്പം നമ്മളൊരു മരുന്ന് വാങ്ങിക്കുമ്പോൾ $100 ആയെങ്കിൽ എൻ്റെ ഇൻഷുറൻസിൽ 80% കവറേജ് ഉള്ളെങ്കിൽ എനിക്ക് $80 കിട്ടും. ബാക്കി 20% സെക്കൻഡറിക്കകത്ത് കവർ ചെയ്യും. അതായത് നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകില്ല, ഫുൾ കവർ. അതെ, അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പിന്നെ ഉണ്ട്, ഒരുപാട് സംശയങ്ങളുണ്ട്. സംശയങ്ങൾ തീരുന്നേ ഇല്ല. ഡെന്റലിന്റെ പ്രത്യേകം ചോദിക്കാനുണ്ട്, വിഷന്റെ ഉണ്ട്. ഓരോന്ന് ചോദിക്കൂ, പറയാം.